അത് വേണ്ട, അത്രയും പോലും വേണ്ട. ഒരാൾ നിങ്ങളോട് കുറേ നാൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവരുമായിട്ട് അടുത്ത് കഴിഞ്ഞിട്ട് അവർ പിന്നെ മെസ്സേജ് ഇടാതെ വരുമ്പോൾ തേണ്ടേ സിവിയർ ഡിപ്രഷൻ, എനിക്ക് ജീവിക്കണ്ട. കാരണം നമ്മൾ ഈ സമയം നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ സമയത്താണ് നിങ്ങളുടെ ഹോർമോണൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, ബ്രെയിൻ ബോഡി ഹോർമോണുണ്ട്. ഇപ്പം ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, ഞാൻ പറയട്ടെ, പഠിക്കാനല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് പ്രത്യുൽപാദനത്തിലാണ്. അതായത് അതിനു വേണ്ടിയുള്ള ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഡെവലപ്പായി അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതിനൊരു സമയപരിധിയുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഫുഡും നമ്മുടെ ആഹാരവും ദൈവം സൃഷ്ടിച്ചതനുസരിച്ച് നോർമലായിട്ടാണ് നമ്മുടെ ഹോർമോണും നമ്മുടെ ബ്രെയിനും ഈക്വലായിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മളതിന് പ്രിപ്പയർ ആവും. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഫുഡ്, ഫാസ്റ്റ് ഫുഡും ഹോർമോൺ അടങ്ങിയ പല ഫുഡുകളും കൊണ്ടും നമ്മൾ പെട്ടെന്ന് ഫിസിക്കലി നമ്മളങ്ങോട്ട് ഡെവലപ്പായി, നമ്മുടെ ബ്രെയിൻ ആയില്ല. പക്ഷെ നമുക്ക് ഫീലിങ്സ് വരും. അതാ പറയുന്നത്, ഫീലിങ്സ് വരുന്നതിൽ ഒരു തെറ്റുമില്ല, അത് നോർമലാണ്. എനിക്ക് കുട്ടികൾ, അമ്മമാർ കൊണ്ടുവരാറുണ്ട്, ഇവൾക്ക് ഇത്രയും വയസ്സായി, 14 വയസ്സായി, ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞ് വരുന്ന അമ്മമാരുണ്ട് അവിടെ. ഇവൾക്ക് ആ ഫീലിങ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ വരുന്ന. നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് വിചാരിച്ച് ബാക്കിയെല്ലാം നടന്നെന്ന്. ദേ നോ ഹൗ ടു പുട്ട് ബൗണ്ടറീസ്. ഒരു ഫ്രണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞതിൽ അതിലൊരു പാടുമില്ല. യു നീഡ് ടു നോ ഹൗ ടു പുട്ട് ബൗണ്ടറീസ് ഇൻ റിലേഷൻഷിപ്പ്. ഒരാളോട് മിണ്ടി കുഴപ്പമില്ല, പക്ഷേ ആ മിണ്ടൽ കൊണ്ട് എൻഡ് ഓഫ് ദ വേൾഡ് അല്ല. നമ്മൾ ഒരാളോട് മിണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സമയം വേണം ആൾക്കാരെ അറിയാൻ. ഞാൻ പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ മച്ചുവേർഡായി. അപ്പം അറിയാം ആ ആളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന്. കാരണം നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബോഡിയോടുള്ള ക്യൂരിയോസിറ്റി പോലെ നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. അവർക്ക് അവരിലും നമ്മളിലും ക്യൂരിയോസിറ്റി വരും. കാരണം ഇവിടെ ഈ സമൂഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മൾക്ക് അയ്യോ ഒരാളുടെ ഇപ്പം എൻ്റെ ബ്രദറോ എൻ്റെ ഫാദറോ ഈവൻ എൻ്റെ ഒരു അടിവസ്ത്രം കാണുക, അല്ലെങ്കിൽ ഒരു പാട് വാങ്ങിക്കാൻ പറയുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഏതാണ്ട് വളരെ പാപം പോലെയല്ലേ തോന്നുന്നത്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങനെ ആയിപ്പോയി. പക്ഷെ അങ്ങനെയല്ല, ഇതൊക്കെ നോർമലാണ്. കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ തുടങ്ങണം. കാരണം അവനായിട്ടും അവളായിട്ടും കണ്ട് അവരുടെ ശരീരത്തെയും മനസ്സിനെയും റെസ്പെക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ളിടത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്തെങ്കിൽ ഒരു കുഴപ്പമില്ല. അതൊരു ഹെൽത്തി ആയിരിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞ് ബൗണ്ടറീസ്, അത് ഫിസിക്കലും ആയിരിക്കണം, മെൻ്റലി ആയിരിക്കണം, ഇമോഷണലി ആയിരിക്കണം. അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാം അങ്ങനെയല്ല. ഈവൻ ഒരു പെൺകുട്ടിയോടാണെങ്കിലും നമുക്കൊരു, എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അയ്യോ അവൾ എനിക്കൊരു സമയം ഉണ്ടായിരുന്നു, അയ്യോ എൻ്റെ ഫ്രണ്ട് എന്നെ മാത്രമേ നോക്കാവുള്ളൂ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം അത് നമ്മുടെ സ്റ്റഡി അഫക്റ്റ് ചെയ്യും. നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ കുഴപ്പമില്ല, അയ്യോ അവൾ ഒരു ദിവസം സ്കൂളിൽ വന്നില്ല ഉടനെ കരഞ്ഞ് നടക്കുന്നു. എനിക്കൊരു കാലമുണ്ടായിരുന്നു, ഫിൽസിറ്റാമ്മയെ കണ്ടില്ലെങ്കിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാനതാ പറഞ്ഞു, ഞാനിത് ഗോ ത്രൂ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അതൊരിക്കലും നമ്മുടെ പഠിത്തത്തെ അഫക്റ്റ് ചെയ്യരുത്. അത് അന്ന് എനിക്കാരും പറഞ്ഞു തരാൻ പുട്ട് ബൗണ്ടറീസ് ഇൻ റിലേഷൻഷിപ്പ്. നല്ല ഫ്രണ്ട്സൊക്കെ ആയിക്കോ കുഴപ്പമില്ല, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി നമ്മളായിരിക്കണം നമ്മുടെ മാസ്റ്റർ. എൻ്റെ ശരീരം, എൻ്റെ ചിന്ത ദൈവം എനിക്ക് തന്ന് അത് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അല്ലാതെ അവനോ അവളോ അല്ല നീ അത് ഓക്കെ അവൻ ആ കോഴ്സിന് പോകുക അതുകൊണ്ട് ഞാൻ അതിന് പോകും, അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിൻ്റെ പുറകെ പോവുക. നിങ്ങൾക്ക് നേടാനുള്ളത് നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ.